നമസ്കാരം, കാർക്കടുവ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീണ്ടും നമ്മളോടൊപ്പം ഉള്ളത് ഒരു ഇലക്ട്രിക് സെഡാനാണ്. സ്പോർട്ടി ഇലക്ട്രിക് സെഡാനായിട്ടുള്ള BYD സീലിൻ്റെ ഒരു ടെസ്റ്റ് ഡ്രൈവ് ആണ് ഇന്നത്തെ ഈ യൂട്യൂബ് വീഡിയോ. 3 വർഷം മുൻപ് വരെ ഇന്ത്യക്കാരുടെ മനസ്സിൽ ലക്ഷറി ഇലക്ട്രിക് വാഹനം എന്ന് പറഞ്ഞാൽ ടെസ്ല എന്ന പേരായിരുന്നു ആദ്യം ഓർമ്മ വരുന്നത്. ഇപ്പോൾ കാലം മാറി, കഥ മാറി. ടെസ്ലയെ വെല്ലുന്ന മറ്റൊരു ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളായി BYD എല്ലാവരുടെയും മനസ്സിലേക്ക് കടന്നുകൂടിയിരിക്കുകയാണ്. BYDയുടെ 3ാമത്തെ ഇലക്ട്രിക് വാഹനമാണ് ഇന്ന് നമ്മളോടൊപ്പമുള്ള ഈ സ്പോർട്ടി സെഡാൻ. മാർച്ച് 5-ന് ഇത് ലോഞ്ച് ചെയ്തു. ലോഞ്ച് ചെയ്യുമ്പോൾ അവർ പറഞ്ഞ വലിയൊരു കാര്യം, എല്ലാവരെയും ആകർഷിച്ച ഒരു കാര്യം, ഒന്ന് ഇതിൻ്റെ ഡിസൈൻ ആയിരുന്നു. ഇത് ശരിക്കും ഈ വാഹനം ഞാൻ ആദ്യമായി കാണുന്നത് 2023 ഡൽഹി ഓട്ടോ എക്സ്പോയിലാണ്. അപ്പോൾ മാർച്ച് 5-നാണ് ഈ വാഹനം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത്. ഇതിൻ്റെ ആകർഷകമായ റേഞ്ച് എന്ന് പറഞ്ഞാൽ 650 കിലോമീറ്ററാണ്. BYD സീൽ എത്തുന്നത് 3 വേരിയന്റുകളിലാണ്. ഡൈനാമിക്, പ്രീമിയം, പെർഫോമൻസ് എന്ന് പറയുന്ന 3 വേരിയന്റുകളിൽ എത്തുന്നു. ഇതിൽ ഡൈനാമിക് എന്ന് പറയുന്ന വാഹനം എത്തുന്നത് 41 ലക്ഷം രൂപ എക്സ് ഷോറൂം പ്രൈസിലാണ്. ഇതിലെ പെർഫോമൻസ് പ്രീമിയം വാഹനമാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഏറ്റവും ഉയർന്ന റേഞ്ചും ഈ വാഹനത്തിനാണുള്ളത്, 650 കിലോമീറ്റർ റേഞ്ച്. ഇതിൻ്റെ വില 45,55,000 രൂപയാണ്. ഇനി ഇതിൻ്റെ പെർഫോമൻസ് വേരിയന്റിൻ്റെ വില 53 ലക്ഷം രൂപയാണ്. അപ്പം ഈ വാഹനം ശരിക്കും മാർച്ച് 5, 2024 ലോഞ്ച് ചെയ്ത ശേഷം 15 ദിവസം കൊണ്ട് 500 യൂണിറ്റുകളാണ് ബുക്കിംഗ് നേടിയിരിക്കുന്നത്. അതായത് ലക്ഷറി ഇലക്ട്രിക് സെഡാന് അത്രയേറെ ആരാധകർ ഇന്ത്യയിൽ ഉണ്ട് എന്നർത്ഥം. ഇന്ത്യയിൽ ഈ വാഹനത്തിന് ശക്തമായ ഒരു എതിരാളിയില്ല. എന്നാൽ ആഗോളതലത്തിൽ ടെസ്ല മോഡൽ 3 ആണ് ഈ വാഹനത്തിൻ്റെ കോമ്പറ്റീറ്റർ. മറ്റൊരു കാര്യം പറയാനുള്ളത്, ടെസ്ലയെ 2 വർഷം തുടർച്ചയായി 2ാം സ്ഥാനത്ത് എത്തിച്ചിരിക്കുകയാണ് BYD എന്ന ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കൾ. അവരുടെ ഏറ്റവും വലിയൊരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത 1 വർഷത്തിനുള്ളിൽ ശരിക്കും ഇവിടുത്തെ മാർക്കറ്റ് ഷെയറിൻ്റെ 30 ലക്ഷത്തിന് മുകളിലോട്ടുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ സെയിൽസിൻ്റെ 90% കൈയടക്കുക എന്നുള്ളതാണ്. ശരിക്കും BYDയുടെ 3ാമത്തെ വാഹനമാണിത്. ആദ്യം അവർ ഇവിടെ എത്തിച്ചത് ഒരു മൾട്ടിപർപ്പസ് വെഹിക്കിളായിരുന്നു E6. അതിനുശേഷം ഒരു SUV, ഇലക്ട്രിക് SUV എത്തി, ആറ്റോ 3. ഇതവരുടെ 3ാമത്തെ വാഹനമാണ്. എന്തായാലും BYDക്ക് വളരെ പ്രതീക്ഷ നൽകുന്ന, അല്ലെങ്കിൽ ഇഷ്ടംപോലെ വാഹനങ്ങൾ ഇന്ന് നമുക്ക് കാണാം. ഇതിൻ്റെ ഏറ്റവും ഒരു ന്യൂനതയായി നമുക്ക് തോന്നുന്നത്, ഇപ്പോൾ കൊച്ചിയിലാണ് BYDയുടെ ഒരു ഷോറൂം ഉള്ളത്. നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഷോറൂമുകളുടെ കുറവ്, അതും വരും കാലത്ത് കൂടുതൽ എത്തും എന്ന് നമുക്ക് അറിയാം. ഈ ലക്ഷറി ഇലക്ട്രിക് സെഡാൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ ഡിസൈൻ ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഓഷ്യൻ എസ്തെറ്റിക്സിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ വാഹനം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ശരിക്കും ഈ വാഹനത്തെ കാണുമ്പോൾ എല്ലാവരെയും ആകർഷിക്കുന്നതും ഇതിൻ്റെ ഡിസൈൻ തന്നെയാണ്. യു ഷേപ്പിലുള്ള LED ഹെഡ്ലൈറ്റ് ആണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. വളരെ മെലിഞ്ഞ LED ലെൻസുകളാണ് ഇതിനകത്തേക്ക് ഉള്ളത്. അപ്പം ഇത് കൂടുതൽ സൗന്ദര്യവും കാഴ്ചയും നൽകുന്നു. മറ്റൊരു പ്രത്യേകത, ഏറ്റവും ആകർഷണീയത തോന്നിക്കുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബ്ലാക്ക് പാനലിൽ വന്നിരിക്കുന്ന ഈ LED DRLs ആണ്. ഇതിൻ്റെ ഒരു ഡിസൈൻ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ സമുദ്രത്തിലെ ഓളങ്ങളുടെ ഒരു ഇൻസ്പിറേഷനിൽ നിന്നാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. രാത്രിയിലൊക്കെ ഭയങ്കര രസമുള്ള ഒരു LED DRL ആണ് ഈ കാണുന്നത്. മറ്റൊന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇതിൻ്റെ ഒരു വളരെ താഴ്ന്ന ഒരു മുൻഭാഗമാണ്. ഈ ശരിക്കും എയറോഡൈനാമിക്സിന് ഒരുപാട് പ്രാധാന്യം നൽകുന്ന രീതിയിലാണ് ഇതിങ്ങനെ ഒഴുകി ഇങ്ങനെ പോകുന്ന, അതായത് പിൻഭാഗത്തേക്ക് വരുമ്പോൾ നന്നായിട്ട് താഴേക്ക് വന്ന ശേഷം ഇതിൻ്റെ ബൂട്ട് നെക്കിൻ്റെ അവിടെ വന്ന് ഇത് എൻഡ് ചെയ്യുകയാണ്. അപ്പം ഇതിന് നമുക്ക് 3.8 സെക്കൻഡ് കൊണ്ട് 100 കിലോമീറ്റർ സ്പീഡിലേക്കൊക്കെ ഈ വാഹനം എത്തുന്നു. അപ്പോൾ എയറോഡൈനാമിക്സിനെ ഇതിൻ്റെ ഡിസൈനിൽ ഒരുപാട് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് അവരിത് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഒരു ഡിസൈനിൻ്റെ മൊത്തത്തിലുള്ള ഒരു സ്ട്രക്ചർ കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാകും. BYD എന്ന് പറയുന്ന ആ ഒരു ലോഗോ ഇവിടെയായിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ ഗ്രാജുവലി ഇതിങ്ങനെ ഡെവലപ്പ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഇവിടെ 2 ക്യാരക്ടർ ലൈൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ആ വാഹനത്തിന് കൂടുതൽ ഭംഗി നൽകുന്ന രീതിയിലേക്ക് പോയിരിക്കുന്നു. സൈഡ് പ്രൊഫൈലിലെ ഏറ്റവും ആകർഷണീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 19 ഇഞ്ച് അലോയ് വീലാണ്. മറ്റൊരു ഡിസൈനിലെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വീൽ ആർച്ചും ഈ ഒരു ടയറും തമ്മിൽ ഒരു ടൈറ്റായിട്ടുള്ള
ആയിട്ടുള്ള ഒരു ഡിസൈനാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ ഒരു ഡിസ്റ്റൻസ് വളരെ കുറവ് തന്നെയാണ്. വളരെ സ്പോട്ടി ആയിട്ടുള്ള ഒരു അലോയ് വീലാണ് ഇതുള്ളത്. ബ്ലാക്കും ലൈറ്റ് കളറും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ ബ്ലേഡ് ഡിസൈനിലാണ് ഇത് വന്നിരിക്കുന്നത്. സൈഡ് പ്രൊഫൈലിൽ ഏറ്റവും പ്രാധാന്യത്തോടെ അല്ലെങ്കിൽ ഡിസൈൻ കാണുന്ന ഒന്നാണ് ഇത്. ഇവിടെയായിട്ട് അവർ ഒരു ബ്ലാക്ക് സ്ട്രിപ്പിൽ BYD ഡിസൈൻ എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ തുള്ളിയുടെ, അതായത് ജലത്തിൻ്റെ തുള്ളിയുടെ ആകൃതിയിലുള്ള ഒരു റിയർ വ്യൂ മിററാണ് ഈ കൊടുത്തിരിക്കുന്നത്. വളരെ രസകരമായിട്ട് തന്നെയുണ്ട്. ഇവിടെ തന്നെ ഇങ്ങനെ ഒരു കർവ് ചെയ്ത് ഒരു രീതിയിലാണ്. അപ്പോൾ അവർ ശരിക്കും പറഞ്ഞാൽ ജലത്തിൻ്റെ തുള്ളിയുടെ ഡിസൈനാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ ഇതിൽ മറ്റൊന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഹനം അൺലോക്ക് ചെയ്യുമ്പോൾ തന്നെ പുറത്തേക്ക് പൊന്തി വരുന്ന രീതിയിലുള്ള പ്ലഷ് ഡിസൈനിലുള്ള ഡോർ ഹാൻഡിൽസാണ് മറ്റൊരു പ്രത്യേകത. വാഹനം ഓടിത്തുടങ്ങുമ്പോൾ ഇത് ശരിക്കും ഉള്ളിലേക്ക് തന്നെ പോകും. മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോർ സ്കേർട്ടുകളാണ്. അപ്പം ഇത് ബ്ലാക്കിലേക്ക് വന്നിരിക്കുന്നു. അപ്പം ശരിക്കും അതും ഒരു നല്ല ഭംഗിയിൽ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിൻ്റെ ഒരു കൂപ്പേ സ്റ്റൈൽ ഡിസൈൻ, ശരിക്കും പറഞ്ഞാൽ അത്രയ്ക്ക് ഒരു പതുങ്ങിയ വാഹനമാണിത്. എനിക്കിതിൻ്റെ റൂഫ് നന്നായിട്ട് കാണാൻ പറ്റും എന്നുള്ളതാണ് എന്നെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം. BYD സെയിലിൻ്റെ ബൂട്ട് സ്പേസ് 400 ലിറ്ററാണ്. അപ്പം ഇതിലെ ഒരു ചെറിയൊരു ന്യൂനതയായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് ശരിക്കും ടയർ പഞ്ചർ കിറ്റ് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. BYD സെയിലിന് ശരിക്കും സ്പെയർ വീൽ ഇല്ല. BYD സെയിലിൻ്റെ ഹോഡിന് താഴെയുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. ഇതിപ്പോൾ നമ്മൾ ഉയർത്തിയത് തന്നെ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അപ്പം ഇതാണത്. ശരിക്കും ഫ്രണ്ട് ട്രങ്ക് അല്ലെങ്കിൽ ഫ്രങ്ക് എന്ന് പറയും. അതായത് 50 ലിറ്റർ സ്റ്റോറേജ് സ്പേസ് ആണ് ഇവിടെയായിട്ടുള്ളത്. BYD വാഹന ബ്രാൻഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരുടെ ബ്ലേഡ് ബാറ്ററിയാണ്. ബ്ലേഡ് ബാറ്ററിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് നെയിൽ പെനട്രേഷൻ ടെസ്റ്റ് പാസ്സായ ഏക ബാറ്ററി എന്ന് പറഞ്ഞാൽ ബ്ലേഡ് ബാറ്ററിയാണ്. അതിൻ്റെ നിർമ്മാതാക്കൾ BYD ആണ്. ഈവൻ ടെസ്ല പോലും BYDയുടെ കയ്യിൽ നിന്ന് ബാറ്ററി വാങ്ങിക്കുന്നു. ഇനിയിപ്പോൾ നമ്മുടെ മഹീന്ദ്ര, ഇന്ത്യൻ ബ്രാൻഡായിട്ടുള്ള മഹീന്ദ്രയും ബാറ്ററി വാങ്ങിക്കാൻ പോകുന്നു. BYD 2023 സെയിൽസ് ക്ലോസ് ചെയ്തത് 3 മില്യണിലാണ്. 2 വർഷം കൊണ്ട് അവർ തന്നെയാണ് ലോകത്ത് ഏറ്റവും അധികം ഇലക്ട്രിക് വാഹനങ്ങൾ വിൽക്കുന്ന ഒരു ബ്രാൻഡും. അപ്പം ഈ വർഷം തന്നെ 3 EVകൾ കൂടി എത്തുന്നു എന്നാണ് അറിയുന്നത്. വാഹനത്തിന്റെ നീളം 4800 mm ആണ്. വാഹനത്തിന്റെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് 145 mm ആണ്. അതുപോലെ തന്നെ മറ്റൊരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 5.7 മീറ്ററാണ് ഇതിന്റെ ടേണിംഗ് റേഡിയസ്. നമുക്ക് കാണുമ്പോൾ വലിയൊരു നീളമുള്ള വാഹനം എന്ന് തോന്നും. എന്നാൽ പോലും ഈ ഒരു ടേണിംഗ് റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മികച്ചത് തന്നെയാണ്. അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സെൽഫ് ടു ബോഡി ടെക്നോളജിയാണ് ഇതിനകത്തേക്കുള്ളത്. വാഹനത്തിൻ്റെ ഭാഗമായി തന്നെ ഒരു സാൻഡ്വിച്ച് രീതിയിലാണ് ഇതിൻ്റെ ബാറ്ററി ഇവർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. വാഹനത്തിൻ്റെ ബോഡിക്കും ഉള്ളിലായിട്ട് വാഹനത്തിൻ്റെ പാർട്ടായി തന്നെ സെൽഫ് ടു ബോഡി എന്ന് പറയുന്ന ആ ഒരു ടെക്നോളജി 2022 ഇത് അവർ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അപ്ഗ്രേഡഡ് ഈ പ്ലാറ്റ്ഫോം 3.0യിലാണ് BYD സീൽ എത്തുന്നത്. അപ്പോൾ അത് ഇതിൻ്റെ പെർഫോമൻസിന് ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സെൽഫ് ടു ബോഡി ടെക്നോളജി. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ ഈ വാഹനത്തിനുണ്ടാകുന്നു. കൂടുതൽ റിജിഡ് പ്ലാറ്റ്ഫോമായി ഇതിനെ കൊണ്ടു നടക്കാൻ വാഹന നിർമ്മാതാക്കൾക്ക് പറ്റുന്നു. അതുപോലെ തന്നെ സെൽഫ് ടു ബോഡി ടെക്നോളജി നൽകിയിരിക്കുന്നത് കൊണ്ട് തന്നെ വാഹനത്തിൻ്റെ ഭാരം 10 കിലോ കുറയ്ക്കാനും അവർക്ക് സഹായിച്ചു.
ലക്ഷറിയസ്, സ്പോർട്ടി, ഇൻ്റലിജൻറ്റ്, സ്പേഷ്യസ് എന്നൊക്കെ തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു ഇൻറ്റീരിയറാണ് BYD സീലിന്. ശരിക്കും വെൽ ബാലൻസ്ഡ് ആണ് ഇതിനകത്തെ ഒരു ഇൻറ്റീരിയർ എസ്തെറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒന്നും കൂടുതലായി നമുക്ക് തോന്നില്ല, എല്ലാം പെർഫെക്റ്റ് എന്ന് തോന്നും. ഇൻറ്റീരിയർ ക്വാളിറ്റി, അതിൻ്റെ ഓരോ മെറ്റീരിയലിൻ്റെയും ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സൂപ്പറാണ്. BYD സീലിൻ്റെ ഇൻറ്റീരിയറിലെ കളർ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോമസ് ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു തീമാണ്. ഇതിലെ തോമസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഗ്രീക്ക് മിത്തോളജിയിൽ ഗോഡ് ഓഫ് ഓഷ്യൻ എന്നാണ് അർത്ഥം. അപ്പം ബ്ലാക്കും ബ്ലൂവും കൂടി ചേർന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു കളറിലാണ് BYD സീലിൻ്റെ ഇൻറ്റീരിയർ ഒരുക്കിയിരിക്കുന്നത്. ശരിക്കും ഒരു ടെക്സ്റ്റേർഡ് ഡിസൈനാണ് ഉള്ളിലെല്ലാം നമ്മൾ ഈ കാണുന്നത്. ഇതിൻ്റെ ഒരു സീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയുമില്ലാത്ത കംഫർട്ടും ഭംഗിയും ഒക്കെ തന്നെ ഉള്ളതാണ്. ഈ സീറ്റുകൾ നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിനകത്തേക്ക് വെന്റിലേഷൻ ഫംഗ്ഷൻ ഉണ്ട്, ഹീറ്റിംഗ് ഫംഗ്ഷൻ ഉണ്ട്, മെമ്മറി ഫംഗ്ഷൻ ഉണ്ട്. ഇതിനകത്തേക്ക് ഒരു ബ്ലൂ ലൈനിലുള്ള സ്റ്റിച്ചൊക്കെ വന്നിട്ടുണ്ട്. ബ്ലാക്കും ലൈറ്റ് ബ്ലൂവും കൂടി ചേർന്ന ഒരു മൊത്തത്തിലുള്ള ഒരു ഇന്റീരിയർ ആംബിയൻസ് ആണ് ഈ കാണുന്നത്. വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീൽ, 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ്. ബെറ്റർ ഹാൻഡ്ലിംഗ് ആണ് നമുക്ക് ഡ്രൈവിംഗിൽ അനുഭവപ്പെട്ടത്. BYD സീലിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റമാണ്. സ്ക്രീനിലെ ഒരു സിംഗിൾ ടച്ച് കൊണ്ട് നമുക്ക് ഈ സ്ക്രീൻ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് 2 സ്ക്രീൻ ഡിവിഷൻ കൊടുത്തിട്ട് അങ്ങനെയൊക്കെ തന്നെയും ചെയ്യാൻ പറ്റും. ഒരുപാട് ഫങ്ഷൻസ് ഉള്ള ഒരു ഇതാണ്. 15.6 ഇഞ്ച് വലിപ്പത്തിലുള്ള ഈ ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിന്റെ ഏറ്റവും യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള, എനിക്ക് ഏറ്റവും ആകർഷണീയമായി തോന്നിയ ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സിംഗിൾ ടച്ചിലൂടെ തന്നെ ഇതിന്റെ AC വെന്റുകളെ ക്രമീകരിക്കാൻ പറ്റും. അപ്പോൾ അത് വളരെ നല്ല ഒരു കാര്യമായിട്ട് തന്നെ തോന്നി. ഇലക്ട്രിക്കലി ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം അത് ഇതിന്റെ ഒരു എയർ ഫ്ലോ കൃത്യമായിട്ട് അതിനകത്തേക്ക് കാണിക്കുന്നുണ്ട്. ഈ ഒരു LED സ്ക്രീനിലൂടെ റീജനറേറ്റീവ് ബ്രേക്കിംഗ് നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. അതുപോലെ തന്നെ സ്പീഡോമീറ്റർ ഉണ്ട്, റേഞ്ച് എല്ലാം അറിയാൻ പറ്റും. അതുപോലെ തന്നെ വിൻഡ് ഷീൽഡിൽ നമുക്ക് വാഹനത്തിൻ്റെ വേഗത അല്ലെങ്കിൽ വാഹനത്തിൻ്റെ സർവ്വവിധ വിവരങ്ങളും നമുക്ക് അറിയാൻ പറ്റും. ഇപ്പം നമ്മൾ വാഹനം നിർത്തിയിട്ടിരിക്കുകയാണ്, ആ വിൻഡ്ഷീൽഡിൽ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും അതിനകത്തേക്ക് വ്യക്തമായിട്ട് വരുന്നുണ്ട്. പിന്നെ ഒരു രക്ഷയുമില്ലാത്ത ഇൻറ്റീരിയർ സൗന്ദര്യമാണ് ഈ വാഹനത്തിൽ നിന്ന് ഞാൻ പറഞ്ഞു. വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സൗന്ദര്യം എന്ന് തന്നെ തീർച്ചയായിട്ടും പറയാം. ഓരോരോ എലിമെന്റിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. വാഹനത്തിന്റെ വലിയ ഒരു സൗന്ദര്യം, ഇന്റീരിയറിലെ ഒരു സൗന്ദര്യം അല്ലെങ്കിൽ എല്ലാവരെയും ആകർഷിക്കുന്ന ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ക്രിസ്റ്റൽ ഗിയർ ഷിഫ്റ്റ് ആണ്. ഇത് ഹാർട്ട് ഓഫ് ദ ഓഷ്യൻ എന്നൊക്കെയാണ് BYD ഇതിനെ വിശേഷിപ്പിക്കുന്നത്. കൺട്രോൾസ് എല്ലാം തന്നെ വളരെ നന്നായിട്ട് ചെയ്യാനായിട്ടുള്ള എല്ലാ ഇൻഡിക്കേഷൻസും ഇവിടെ എഴുതിയും ഒക്കെ കൊടുത്തിട്ടുണ്ട്. വളരെ നല്ല ഒരു സംഗതി എന്ന് തന്നെ പറയാം. എല്ലാ ഫങ്ഷൻസും നന്നായി ചെയ്യാൻ പറ്റുന്നുണ്ട്, യാതൊരു കൺഫ്യൂഷനും ഇല്ല, ഒന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ വയർലെസ് ചാർജിങ് ഉണ്ട്, 2 ഫോണുകൾ ചാർജ് ചെയ്യാം. മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന്റെ കപ്പ് ഹോൾഡർ ഡ്രൈവർ സൈഡിൽ ഇത് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ സെൻട്രൽ കൺസോളിന്റെ ഇവിടെയായിട്ട് നമുക്ക് നല്ല ഒരു യൂട്ടിലിറ്റി സ്പേസ് ഇവിടെയായിട്ട് ഉണ്ട്. ഇന്റീരിയറിലേക്ക് കടന്നിരിക്കുമ്പോൾ നമ്മളെ ഏറ്റവും അധികം ആകർഷിക്കുന്ന ഒന്നാണ് പനോരമിക് സൺറൂഫ്. വാഹനത്തിന്റെ ആ ഒരു മുൻനിര മുതൽ അങ്ങ് പിന്നിലേക്ക് വരെയും ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിരിക്കുന്ന പനോരമിക് സൺറൂഫ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണെന്ന് തന്നെ തോന്നും. അത്രയ്ക്കും ഒരു വൈഡ് ഏരിയ ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു ഈ സൺറൂഫ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല, ഇത് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ശരിക്കും ഇത് സിൽവർ പ്ലേറ്റഡ് സൺറൂഫ് ആണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഏരിയ ശരിക്കും UV രശ്മികൾ കടന്നു വരാത്ത, അതായത് 99% പ്രൊട്ടക്ഷനോട് കൂടിയിട്ട്, UV പ്രൊട്ടക്ഷനോട് കൂടിയിട്ടാണ് BYD നിർമ്മാതാക്കൾ ഇത് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സൂര്യന്റെ താപം ഇത്രയോ കുറച്ചൊക്കെ നമ്മളിലേക്ക് എത്തൂ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ കടുത്ത ചൂടില് ഈ ഒരു ക്ലോസ്ഡ് വിൻഡോ അത്യാവശ്യം ചൂടെടുക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. 2920 mm ആണ് ഈ വാഹനത്തിന്റെ വീൽ ബേസ്. അതിന്റെ എല്ലാ പിന്നെ സുഖവും നമുക്ക് ഈ 2ാം നിരയിൽ ഇരിക്കുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. ശരിക്കും നന്നായിട്ട് ബെൻഡ് ചെയ്ത് റിലാക്സ് ചെയ്ത് ഈ 2ാം നിരയിൽ ഇരിക്കാം. ഇതിന്റെ സീറ്റുകളുടെ പിന്നെ ഒരു കംഫർട്ടിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. പിന്നെ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 പേർക്ക് സുഖമായിട്ടിരിക്കാം. ഇവിടെ കപ്പ് ഹോൾഡർ അല്ലെങ്കിൽ ഹാൻഡ് റെസ്റ്റ് ആയിട്ട് ഇത് ഉപയോഗിക്കാം. എല്ലാവർക്കും ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്, ഹാൻഡിൽസ് കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. 60-40 സ്പ്ലിറ്റ് ഈ വാഹനത്തിന്റെ 2ാം നിരയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ഡോർ പാനൽസ് ഒക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നു എന്ന് പറയാം. ബ്ലാക്കും നീലയുടെ കുറച്ച് എലിമെന്റും, അതായത് കറുപ്പിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു നീലയുടെ ഒരു ഭംഗിയാണ് നമുക്ക് ഈ കാണാൻ പറ്റുന്നത്. അപ്പം എല്ലാ അർത്ഥത്തിലും ഇതിൻ്റെ 2ാം നിര, അതിൻ്റെ ഇന്റീരിയറിന് ശരിക്കും പറഞ്ഞാൽ 100 മാർക്ക് തന്നെ കൊടുക്കാം. എല്ലാ അർത്ഥത്തിലും ഇഷ്ടമായി എന്ന് തന്നെ പറയുന്നു.
സിയിൽ എത്തുന്നത് 3 വേരിയന്റുകളിലാണ്. ഇതിന്റെ റേഞ്ച് തുടങ്ങുന്നത് 510 കിലോമീറ്റർ മുതൽ 650 കിലോമീറ്റർ വരെയാണ്. നമ്മളോടൊപ്പം ഉള്ളത് പ്രീമിയം എന്ന് പറയുന്ന വേരിയന്റ് ആണ്. ഇതിനാണ് ശരിക്കും ഏറ്റവും ഉയർന്ന റേഞ്ച് ആയിട്ടുള്ള 650 കിലോമീറ്റർ പറയുന്നത്. അതേപോലെ തന്നെ പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ 2 ബാറ്ററി പാക്കിലാണ് ഈ വാഹനം എത്തുന്നത്. 61.44 കിലോ വാട്ട് അവറിലും 82.56 കിലോ വാട്ട് അവറിലുമുള്ള ബാറ്ററി പാക്കാണ് വാഹനത്തിനോടൊപ്പം ഉള്ളത്. ഇതിൽ ഡൈനാമിക്കിലും പ്രീമിയം ഈ 2 വേരിയന്റുകളിൽ എത്തുന്നത് റിയർ വീൽ ഡ്രൈവ് ആണ്. അപ്പോൾ അതിൽ പെർഫോമൻസ് എന്ന് പറയുന്ന മൂന്നാമത്തെ ഏറ്റവും ഉയർന്ന വിലയുള്ള ആ വാഹനത്തിൽ മാത്രമാണ് ഓൾ വീൽ ഡ്രൈവ് ഉള്ളത്. ഇതിലെല്ലാം ശരിക്കും പവറും ടോർക്കും എല്ലാം തന്നെയും വ്യത്യസ്തമാണ്. പെർഫോമൻസ് വാഹനത്തിന്റെ എല്ലിനാണ് ഏറ്റവും ഉയർന്ന ടോർക്ക് ഉള്ളത്. അതിന്റെ ഒരു ടോർക്ക് എന്ന് പറഞ്ഞാൽ 670 ന്യൂട്ടൺ മീറ്റർ ആണ്. അതുപോലെ തന്നെ ആ വാഹനത്തിന്റെ പവർ 530 PS ആണ്. വാഹനത്തിന്റെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ശരിക്കും ത്രില്ലടിക്കുന്ന, നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വാഹനം തന്നെയാണ് BYD സീൽ എന്ന് പറയുന്ന ഈ സ്പോർട്ടി സെഡാൻ. മൊത്തത്തിൽ ഈ വാഹനത്തിനെ ഇഷ്ടപ്പെട്ടു പോകും. ചില പോരായ്മകൾ തോന്നിയത്, ഒന്ന് ശരിക്കും പറഞ്ഞാൽ സീൽഡ് ആയിട്ടുള്ള, നമുക്ക് ഒരിക്കലും തുറക്കാൻ പറ്റാത്ത ഇതിന്റെ ഒരു പനോരമിക് സൺറൂഫാണ്. നല്ല ചൂടുള്ള സമയത്ത് AC എത്ര കൂട്ടി ഇട്ടാൽ പോലും ചെറിയ ചൂട് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു. ശരിക്കും 99% UV പ്രൊട്ടക്ഷനും ഒക്കെയുള്ള സിൽവർ കോട്ടഡ് ആയിട്ടുള്ള ഈ ഒരു സൺറൂഫിന്റെ ഒരു ചെറിയ ന്യൂനതയായിട്ട് അനുഭവിച്ച ഒന്നാണ്. പിന്നെ ഇതിനകത്തേക്ക് സ്പെയർ വീൽ വന്നിട്ടില്ല. ഇതിനകത്തേക്ക് 3 ഡ്രൈവ് മോഡ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ഈ ഗിയർ ഷിഫ്റ്റർ ഇവിടെ ശരിക്കും പറഞ്ഞാൽ വളരെ ഈസിയാണ്, നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ഏറ്റവും യൂസർ ഫ്രണ്ട്ലി ആണെന്ന് തന്നെ പറയാം. പിന്നെ ഇതിനകത്തേക്ക് ADAS ലെവൽ 2 സൗകര്യങ്ങൾ വന്നിട്ടുണ്ട്. 9 എയർ ബാഗുകൾ വന്നിട്ടുണ്ട്. യൂറോ NCAP 5 സ്റ്റാർ നേടിയ വാഹനമാണിത്. SL2 ബോഡി ടെക്നോളജി ഏറ്റവും സേഫ്റ്റി നൽകുന്നതാണ്. പിന്നെ നമ്മൾ ഈ ബ്ലേഡ് ബാറ്ററിയുടെ ഒരു സുരക്ഷയെ കുറിച്ചിട്ടും നമുക്കറിയാം. അപ്പം ശരിക്കും പ്രിസൈസ് ആയിട്ടുള്ള ഒരു ഹാൻഡിലിംഗ് ആണ്. നമ്മളിങ്ങനെ ആസ്വദിച്ച് വണ്ടി വിട്ടുപോകും. അതുപോലെ തന്നെ 3.8 സെക്കൻഡ് കൊണ്ട് 100 കിലോമീറ്റർ ഒക്കെ സ്പീഡിലേക്കൊക്കെ എത്താൻ പറ്റുക എന്ന് പറഞ്ഞാൽ വലിയ സംഗതിയാണ്. ഇതിന്റെ ഉയർന്ന സ്പീഡ് 133 കിലോമീറ്റർ ആണ്. അപ്പം ബാറ്ററിക്കും മോട്ടറിനും ഒക്കെ തന്നെയും ഇവര് 8 വർഷം അല്ലെങ്കിൽ 1,60,000 കിലോമീറ്റർ വാറണ്ടി ഒക്കെ തരുന്നുണ്ട്. ഒരു 5 ലക്ഷം കിലോമീറ്റർ അല്ലെങ്കിൽ 10 ലക്ഷം കിലോമീറ്റർ വരെയും ഓടാനുള്ള ഡ്യൂറബിലിറ്റി ഉണ്ട് BYDയുടെ ബ്ലേഡ് ബാറ്ററിക്ക് എന്നാണ് നിർമ്മാതാക്കളുടെ അവകാശവാദം. അപ്പം ഇതിനകത്തേക്ക് 5 ലിങ്ക് സസ്പെൻഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഡ്രൈവിംഗ് വളരെ സുഖകരമായ ഒന്നാണ്. പിന്നെ ഒന്ന് പറയാനുള്ളത്, ഇതിന്റെ ഒരു വളരെ പതുങ്ങിയ, ഭൂമിയോട് ചേർന്നിരിക്കുന്ന ഒരു ക്യൂട്ട് സെഡാൻ എന്നാണ് നമുക്ക് തോന്നുന്നത്. ഇതിന്റെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് 145 mm ഉള്ളൂ. നല്ല വലിയ ഹമ്പുകളൊക്കെ വരുമ്പോൾ ശരിക്കും അടി തട്ടുന്നുണ്ട്. അതൊരു ന്യൂനതയായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ അല്ലാതെ മൊത്തത്തിൽ ഈ വാഹനം നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ക്യൂട്ടായിട്ടുള്ള സ്റ്റിയറിംഗ് ആണ്, ഒരു രക്ഷയുമില്ല. ഇതിന്റെ ഒരു ഏറ്റവും മികച്ചൊരു സസ്പെൻഷനാണ്. അതുപോലെ തന്നെ NVH ലെവലും മികച്ചതാണ്. മൊത്തത്തിൽ വാഹനം നന്നായി ഇഷ്ടപ്പെട്ടു. മറ്റൊരു വാഹനത്തിന്റെ വിശേഷങ്ങളുമായി എത്തുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.